ഇന്ന് നമുക്ക് ബ്രോമൻസ് സിനിമയുടെ കഥ കേട്ടാലോ? കഥയിലേക്ക് കടക്കാം. കർണാടകയിൽ ഒരു വലിയ പാർട്ടി നടക്കുകയാണ്. ആ പാർട്ടിയിൽ ബിൻഡോയും ഫ്രണ്ടുമുണ്ട്. ബിൻഡോയാണ് ഈ കഥയിലെ ഹീറോ. പാർട്ടിക്കിടയിൽ ഒരാൾ വെടിവെക്കുന്ന സൗണ്ട് കേട്ടു. ഹീറോ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വേറൊരുത്തൻ വേറൊരാളെ അടിക്കുകയും വെടിവെക്കുന്ന സൗണ്ട് കേട്ടു. ഹീറോയാണ് ഫോണിൽ അത് വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് അയാൾ ആ ഫോൺ പിടിച്ചു മാറ്റുകയാണ്. അപ്പോൾ ഹീറോയ്ക്ക് ദേഷ്യം വന്നിട്ട് തിരിച്ചൊരു പണി കൊടുക്കുകയാണ്. അപ്പോൾ ഹീറോയുടെ കൂട്ടുകാരൻ പറയാണ്, എടാ നീ എന്തൊരു പണിയാണ് ചെയ്ത്, അവൻ വലിയൊരു റൗഡിയാണ്, അവർ വലിയ ആൾക്കാരാണ്, നമ്മളെ ശരിയാക്കും എന്ന് പറഞ്ഞ് ഹീറോയുടെ കൂട്ടുകാരൻ ഹീറോയെ വിളിച്ചിട്ട് അവിടുന്ന് പോകുകയാണ്. ഹീറോ വീട്ടിൽ വന്ന് ആ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ജോലി അത് തന്നെയാണ്. വീഡിയോ ഇങ്ങനെ ഓരോ സമൂഹത്തിൽ നടക്കുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെയുള്ള വീഡിയോ എടുത്ത് അത് റീൽസ് ആയിട്ട് ഇടുകയാണ് അവൻ ചെയ്യുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു മെസ്സേജ് വരിക, നീ സിൻഡോയുടെ അനിയനല്ലേ, എനിക്ക് നിന്റെ നമ്പർ ഒന്ന് തരാമോന്ന്. അപ്പോൾ ഹീറോ അവൻ്റെ നമ്പർ കൊടുത്തു. ഉടനെ ഒരു കോള് വരികയാണ്. അത് ഹീറോയുടെ ചേട്ടൻ്റെ കൂട്ടുകാരനാണ്. അവൻ പറയുകയാണ്, നിന്റെ ചേട്ടനെ കാണാതെ പോയി, ആ പാർട്ടി കഴിഞ്ഞപ്പോൾ അവൻ്റെ ചേട്ടനെ ആരോ പിടിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നു. അവർ ചേട്ടനെ തപ്പി കൊച്ചിയിലേക്ക് വരികയാണ്. ഹീറോയാണ് ഷമീറിനെ കണ്ടിട്ട് എന്താണ് പ്രശ്നം, എൻ്റെ ചേട്ടനെ ആരാ തട്ടിക്കൊണ്ട് പോയി എന്നെല്ലാം ചോദിക്കുകയാണ്. അപ്പോൾ അവൻ കഥ പറയാണ്, ഷിൻഡോയുടെ ഒരു ലൈൻ ഉണ്ടായിരുന്നു ഐഷ, അവൾ അവനെ തേച്ചു. ആ സങ്കടത്തിൽ മദ്യപിച്ച് അവൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ ഇനി എന്തിനാടാ ജീവിച്ചിരിക്കുന്നത്, അവൾ എന്നെ തേച്ചില്ലേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയായിരുന്നു. ഷമീർ പറയുകയാണ്, നിനക്ക് ഇതിലും നല്ല പെണ്ണിനെ കിട്ടും, നീ സങ്കടപ്പെടാതെ എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുകയാണ്. ഷിൻഡോ പറയാണ്, എനിക്ക് ബാത്റൂമിൽ പോകണം, ഇപ്പം വരാമെന്ന. അപ്പോൾ അവൻ പറയുന്നു, ആർക്കും എന്നെ വേണ്ട, എല്ലാവരും എന്നെ ഇട്ടിട്ട് പോകാമെന്ന്. അപ്പോൾ അവൻ പറയാണ്, നിനക്ക് ആയിഷുവിനെ ഞാൻ കൊണ്ടുതരാമെന്ന് പറയുന്നു. അതിനുശേഷം ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് അവനെ കാണാതെ പോയി. ഇങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. ആദ്യമേ ഞങ്ങൾ വിചാരിച്ചു തമാശയ്ക്ക് അവൻ എവിടെയും ഒളിച്ചു നിൽക്കുമായിരിക്കും, എന്നാലല്ല, അവനെ കാണാതായി പോയതാണെന്ന് ഹീറോവിനോട് പറയുകയാണ്. ഹീറോ ചോദിക്കുകയാണ്, അവൻ സ്നേഹിച്ചിരുന്ന ആയിഷയുടെ നമ്പർ ഉണ്ടോ എന്ന്. എനിക്ക് അവളെ അറിയാം, അവളുടെ നമ്പർ ഉണ്ട്, ഞാൻ ഒരുപാട് വട്ടം വിളിച്ചു നോക്കി, പക്ഷെ അവൾ കോൾ എടുക്കുന്നില്ലായിരുന്നു. എങ്കിൽ അവളുടെ അഡ്രസ്സ് ഞാൻ അങ്ങോട്ട് പോയി അവളെ കണ്ടുകൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഹീറോയും ഷമീറും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവർ രണ്ടുപേരും ഐശ്വര്യ എടുത്താണ് വന്നത്. ഇവരെ കണ്ടപ്പോൾ ഐശ്വര്യ പറയാണ്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ഷബീർ പറയാണ്, ഇത് ഷിൻഡോയുടെ ബ്രദർ ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഐശ്വര്യ പറയാണ്, എനിക്ക് അവന്റെ പേര് കേൾക്കുന്ന പോലും ദേഷ്യമാണ്, എനിക്ക് അവനെ പറ്റി ഒരു കാര്യങ്ങളും പറയണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ അവൾ ദേഷ്യപ്പെട്ട് പറയുകയാണ്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ഹീറോ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാനായി പോവുകയാണ്. അവിടെ ചെന്ന പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എസ് ഐ പോയി കാണുമെന്ന് പറഞ്ഞു. എസ് ഐ കണ്ടപ്പോൾ ഹീറോ ഞെട്ടിപ്പോവുകയാണ്. കാരണം ഇതിനു മുമ്പ് ഈ എസ് ഐ പബ്ലിക്കായിട്ട് എന്തോ ചെയ്ത ഒരു വീഡിയോ റീൽസ് ആയിട്ട് ഇട്ടിരുന്നു. എസ് ഐക്ക് അറിയാം ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് ആ വീഡിയോ ഇട്ടത് ഇവനാണെന്ന്. ചേട്ടനെ കാണാതായി പോയ ആ വീട്ടിലേക്ക് തെളിവെടുക്കാനായി പോവുകയാണ്. അപ്പോൾ എസ് ഐ ഹീറോയിനെ മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, നിന്റെ ചേട്ടൻ ഞാൻ കണ്ടുപിടിച്ച് തരില്ല, നിന്റെ വീഡിയോ കാരണം എൻ്റെ പേര് ചീത്തപ്പേരായി, എനിക്കാണെങ്കിൽ പോലീസിന്റെ മുന്നിൽ നാണക്കേടായി, എല്ലാത്തിനും കാരണം നീയാണ്, നിന്റെ ഒരൊറ്റ വീഡിയോ കാരണമാണ് എനിക്ക് ഇത്രയും നാണക്കേടുണ്ടാക്കിയത്. ഹീറോ പറയുവാണ്, എന്നോട് ക്ഷമിക്കണം സാറേ, എനിക്ക് അബദ്ധം പറ്റിയതാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് എസ് ഐയുടെ കാലിൽ വീഴുകയാണ്. എങ്ങനെയും എൻ്റെ ചേട്ടനെ കണ്ടുപിടിച്ച് തരണമെന്ന് പറയുന്നു. അപ്പോൾ എസ് ഐ പറയുന്നു, ഞാൻ നിനക്ക് 2 ഓപ്ഷൻ തരാം. ആദ്യത്തേത് നീ തന്നെ നിന്റെ ചേട്ടനെ കണ്ടുപിടിക്കണം, രണ്ടാമത്തേത് എന്താന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ ഭയങ്കരമായി ചിരിക്കുകയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഹീറോയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിരിക്കുകയാണ്. അപ്പം ഷബീർ പറയാണ്, എനിക്ക് ഇന്ന് ഓഫീസിൽ പോയി ഒപ്പിടണം, അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പോക്കുകയാണ്. ആ സമയത്ത് ഹീറോയുടെ ഫ്രണ്ടിനെ വിളിച്ച് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഫ്രണ്ടിനോട് പറയുകയാണ്. നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല, പകരം ഞാൻ നിനക്ക് വേറൊരു ഫ്രണ്ടിൻ്റെ നമ്പർ തരാം, അവനോട് ചോദിച്ചാൽ മതി, അവൻ നിന്നെ സഹായിക്കുമെന്ന്. എന്നാൽ ഹീറോയുടെ ഫ്രണ്ട് പറഞ്ഞു വിട്ട ഹരിരസ്വ എന്ന് പറഞ്ഞ ഒരുത്തൻ വരികയാണ്. അവനാണ് ഭയങ്കര ഒരു ഹാക്കറാണ്. ഹാക്കർ പറയാണ്, നിന്റെ ചേട്ടനെ കണ്ടുപിടിക്കാൻ പറ്റില്ല, നിന്റെ ചേട്ടൻ്റെ ഫോൺ ഹാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുന്നു. ഷിൻഡോയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കുകയാണ്. ഹീറോയും ആ ഹാക്കറും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് ഷബീറിന്റെ വീട്. അപ്പോൾ ആ ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യം വന്ന് കോപത്തോടെ അവനോട് പറയണം, നീ ആണോടെ എൻ്റെ ചേട്ടനെ പൂട്ടിയിട്ട്, എൻ്റെ ചേട്ടൻ എന്ത് ചെയ്യടാ, നീ അവനെ കൊന്നോടാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ആ സമയത്താണ് ഐശ്വര്യ അങ്ങോട്ടേക്ക് വരുന്നത്. ഐശ്വര്യനെ കണ്ടപ്പോൾ തന്നെ അവന് ദേഷ്യമാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എൻ്റെ ചേട്ടനെ പിടിച്ചു വെച്ചേക്കാണ്, നിങ്ങൾ രണ്ടുപേരും എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയാണ് ഇവനെ പൂട്ടി വെച്ചതെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ എന്ത് എൻ്റെ ചേട്ടനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. അവൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഐശ്വര്യയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ എൻ്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ മേടിച്ചു, അതെന്ത് എന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെട്ടു. അതിനുശേഷം അവനോട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവനെ ഇറക്കി വിട്ടത്. ആ സമയം അവൻ്റെ ഫോൺ ഇവിടെ പെട്ടുപോയി, അവൻ ഇറങ്ങിപ്പോയതാ എന്നൊക്കെ ഷമീർ പറയാണ്. എനിക്ക് അവനെ പറ്റി ഒരു ഐഡിയ ഇല്ല, അവൻ എവിടെ പോയതാന്ന് എനിക്കറിയില്ല. ഹീറോ ഐശ്വര്യ പറയണം, നീ ഒറ്റ ഒരുത്തിയാടി എൻ്റെ ചേട്ടൻ ഇറങ്ങിപ്പോകാൻ കാരണം, എൻ്റെ ചേട്ടനെ ചതിച്ചത് നീ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവളോട് ദേഷ്യപ്പെടുവാണ്. അപ്പോൾ ഐശ്വര്യ ദേഷ്യപ്പെട്ട് പറയാണ്, ഈ 4 മാസമായി അവനുമായിട്ട് ഞാൻ ബ്രേക്കപ്പ് ആയിട്ട്, അതുമാത്രമല്ല ഐശ്വ എന്ന് പറഞ്ഞ വേറെ ആരും അവൻ സ്നേഹിച്ചിരുന്ന എന്നെ അല്ല എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെടുകയാണ്. ഹാക്കർ പറയുകയാണ്, കൊറിയർ ബാബു എന്ന് പറഞ്ഞ ഒരാൾ 33 മിസ് കോൾ വന്നിട്ടുണ്ട്, അവനെ കണ്ടുപിടിച്ച് നിന്റെ ചേട്ടനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുന്നു. ഈ സമയം ഐശ്വര്യ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് പറയുകയാണ്, എനിക്ക് കൊറിയർ ബാബുവിനെ എനിക്കറിയാം, നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ ഒന്നിച്ച് അങ്ങോട്ടേക്ക് പോകും.
പോവുകയാണ്. അവരവിടെ ചെന്നിട്ട് ആ ബാബുവിനോട് ചോദിക്കുകയാണ്, എൻ്റെ ചേട്ടനെ കാണാതെ പോയി, നിങ്ങൾ കണ്ടോ എന്ന്. അപ്പോൾ അവൻ പറയാണ്, ഞാനാണ് അവനെ കൊന്നത്. ഹീറോയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് ബാബുവിനെ കയറി അടിക്കാൻ വരുവാണ്. എന്നാൽ കൊറിയർ ബാബു ആണെങ്കിൽ അവനെ അടിച്ച് ശരിയാക്കുകയാണ് ഹീറോയിനെ. ബാബു തോക്ക് ചൂണ്ടിയിട്ട് പറയാണ്, ഞാൻ ഇതുവരെയായിട്ട് അവനെ കൊന്നില്ല, പക്ഷെ ഞാൻ അവനെ കൊല്ലും. 24 മണിക്കൂറിനുള്ളിൽ 15 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ വരണം, ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നു കളയുമെന്ന് പറഞ്ഞ് അവരെ പീഡിപ്പിക്കുകയാണ്. അവർ അവിടുന്ന് പോകുകയാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ 24 മണിക്കൂർ കൊണ്ട് ഇത്രയും പൈസ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുകയാണ്. അവൻ പറയാണ്, എൻ്റെ 10,000 രൂപയുള്ളൂ, ബാക്കി പൈസ എല്ലാം വീട്ടിലാണെന്ന്, ആരുടെ കയ്യിലും പൈസ ഇല്ല. ഐഷു പറയാണ്, എന്തിനാണ് നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി അലയുന്നത്, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ പോരെ എന്ന് പറഞ്ഞ് അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. ഹീറോയ്ക്ക് മറ്റു വഴിയില്ലാതെ ചേട്ടനെ രക്ഷിക്കാനായി SIയുടെ മുന്നിലേക്ക് വരികയാണ്. എന്നാൽ SI അവനെ ഒരു നായയെ പോലെ നടക്കാൻ പറയുകയാണ്, കുരയ്ക്കാൻ പറയുകയാണ്, നായ മൂത്രം ഒഴിക്കുന്ന പോലെ മൂത്രം ഒഴിക്കാനൊക്കെ പറഞ്ഞ് അവനെ ബുദ്ധിമുട്ടിക്കുകയാണ്. കാരണം അവന് കൊടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ ആയിരുന്നു അത് അവൻ നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് തന്നെ SI പറയാണ്, നിങ്ങളുടെ കേസ് ഞാൻ നോക്കിക്കോളാം, അവനെ കണ്ടുപിടിക്കാമെന്നൊക്കെ പറയുന്നു. അടുത്ത ദിവസം SI ആണ് കൊറിയർ ബാബുവിനെ പോയി കാണുകയാണ്. നീ എന്തിനാണ് അവനെ പിടിച്ചു വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ്, അന്ന് രാത്രിയിൽ ഷിൻഡോയെ കണ്ടപ്പോൾ അവനെ തട്ടിക്കൊണ്ട് പോയി. അവനോട് ചോദിക്കുകയാണ്, നിന്നോട് ഞാൻ 1 ലക്ഷം രൂപ തന്നപ്പോൾ നീ എന്തൊരു ബാങ്കിൽ ചേർത്ത് നിനക്ക് 2 ലക്ഷമായി കൂട്ടിത്തരാമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞ് നീ എൻ്റെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപ മേടിച്ചു, എന്നിട്ട് ആ പൈസ എനിക്ക് തിരിച്ചു തന്നില്ല. നിന്നെ 4 മാസമായി കാണാതെ പോയി, എൻ്റെ 15 ലക്ഷം രൂപ എനിക്ക് തരണം, അല്ലെ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ ഭീഷണിപ്പെടുത്തി നിർത്തിയേക്കുമായിരുന്നു. ഷിൻഡോ പറയാണ്, എൻ്റെ അത്രയും പൈസ ഇല്ല, നിങ്ങൾ എന്നെ കൊന്നുകൊള്ളൂന്ന്. അപ്പോൾ ബാബു പറയാണ്, നിന്നെ ഉറപ്പായി ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ എന്നെ കൊല്ലും. അവൻ തന്നെ ചാകാനായി റെഡി ആയിരിക്കുകയാണ്. എന്നാൽ ഈ കൊറിയർ ബാബു ആണെങ്കിൽ അവനെ കൊല്ലാനല്ല, അവനെ പേടിപ്പിച്ച് ആ പൈസ കിട്ടാനായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. എന്നാൽ അവൻ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അവനെ ഒന്നും ചെയ്യാൻ അവന് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവനെ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കി വിടുകയായിരുന്നു ചെയ്തത്, അല്ലാതെ അവനെ ഞാൻ പിടിച്ചുകൊണ്ടൊന്നും പോയില്ല. അപ്പോൾ SI ചോദിക്കുകയാണ്, നീ എന്തിനാണ് ആ പിള്ളേരോട് കള്ളം പറഞ്ഞത്? അപ്പം പറയണേ, എൻ്റെ പൈസ എനിക്ക് തിരിച്ചു കിട്ടണം, അതുകൊണ്ടാണ് ഞാൻ അവനെ പിടിച്ചുകൊണ്ട് പോയെന്ന് കള്ളം പറഞ്ഞത്. അവർ CCTV നോക്കി ബാബു കാറിൽ നിന്ന് അവനെ ഇറക്കി വിടുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു, അത് കാണിച്ച് അവരോട് പറയാണ്, ബാബു അല്ല നിന്റെ ചേട്ടനെ കൊണ്ടുപോയത്, വേറെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണെന്ന് അറിയില്ല, 1 മീറ്റർ മാറി CCTV ഉണ്ട്, അത് നിന്റെ ചേട്ടൻ അവിടുന്ന് പോയതായിട്ട് കണ്ടിട്ടില്ല, ഒരു പക്ഷേ വേറെ ഏതെങ്കിലും കാറിൽ കയറി പോയോ എന്നറിയില്ല, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്ന വേറൊരു വഴിയുണ്ട്, അതുവഴി കയറി പോയോ എന്നും അറിയില്ല. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന വേറെ കാറുകളുണ്ട്, അതെല്ലാം നോക്കി അതിൽ നിന്റെ ചേട്ടനുണ്ടോ എന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ ആ പോലീസെല്ലാം അന്ന് വന്ന കാറുകളെല്ലാം പരിശോധിക്കുകയാണ്. ഹീറോ ആക്കറിനോട് പറയാണ്, എൻ്റെ ചേട്ടൻ 2010 മുതൽ 2013 വരെ ചേട്ടൻ അവിടെ MBA പഠിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ കൂട്ടുകാരെ എല്ലാം ഹാക്ക് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. ആക്കർ പറയാണ്, അവിടെ പഠിച്ചിരുന്ന ഒരാളുണ്ട്, ഐശ്വര്യ കുക്കർ, അവളെയാണ് ഷിൻഡോ സ്നേഹിച്ചിരുന്നത്. ഈ ഐശ്വര്യക്കാണ് ജനുവരി 2, 2025 കല്യാണമാണ്, അതുകൊണ്ട് തന്നെ ഫോട്ടോസുകളെല്ലാം അവൾ ഇട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ ഷിൻഡോ കല്യാണം മുടക്കാൻ ഒന്നെങ്കിൽ അങ്ങോട്ടേക്ക് പോയിരിക്കണം, അല്ലെങ്കിൽ അവനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടാകാം. നമുക്ക് എന്തായാലും അത് കണ്ടുപിടിക്കാൻ പോകാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോകുകയാണ്. ഐശ്വര്യനോട് പറയുകയാണ്, നീ പോയി ഐശ്വര്യയോട് പോയി സംസാരിക്കണം. കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് ഐശ്വര്യ വന്ന് ഐശ്വര്യയോട് കാര്യങ്ങൾ തിരക്കുകയാണ്. ഐശ്വര്യ പറയുകയാണ്, എങ്ങനെയും അവനെ രക്ഷിക്കണം, അവൻ വലിയൊരു ആപത്തിലാണ് പെട്ട് കിടക്കുന്നത്. ഞാനും ഷിൻഡോയും ബാംഗ്ലൂരിൽ പഠിച്ചപ്പോൾ ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആ ബിസിനസ് തുടങ്ങിയതിന് ശേഷം അവനാണെങ്കിൽ നാട്ടിലേക്ക് പോയി. എന്നാലോ ആ ബിസിനസ് അവിടെ നിന്ന് തന്നെ നിന്നുപോയി. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ന്യൂയോർക്കിലേക്ക് പോകേണ്ടതായി വന്നു. അതിനുശേഷം ഷിൻഡോ എൻ്റെ അടുത്തേക്ക് വന്നു. അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കണമെന്ന്. ആ സമയത്ത് തന്നെ എൻ്റെ കല്യാണം ഉറപ്പിച്ചിരുന്നു. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ ഷിൻഡോ വന്ന് എൻ്റെ കല്യാണം മുടക്കുവാനായി ശ്രമിച്ചു. എന്നാലോ എൻ്റെ ആങ്ങള വന്ന് അതിനെ എതിർത്തിരുന്നു. അപ്പോൾ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കി. അപ്പോൾ എൻ്റെ ആങ്ങളെയാണ് അവനെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അവൻ ഇനി എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. അവനൊരു ഭയങ്കരമായ ഒരാളാണ് എൻ്റെ ആങ്ങളെ. എങ്ങനെയും അവൻ്റെ അടുത്ത് നിന്ന് ഷിൻഡോയെ എങ്ങനെയും രക്ഷിക്കണം. ഐഷു ഈ കാര്യങ്ങളെല്ലാം ഇവരോട് പറയുകയാണ്. ഹീറോ ഒരു പ്ലാൻ ചെയ്യുകയാണ്. ഈ പാർട്ടി കഴിയുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും എൻ്റെ ചേട്ടനെ കണ്ടുപിടിക്കണം. എന്നാൽ ഐശ്വര്യയുടെ ആങ്ങളെ കണ്ട് ഹീറോ ഞെട്ടുകയാണ് ആ സമയം. കാരണം ആദ്യം തന്നെ കഥയിൽ കാണിച്ച ഒരു വെടിവെപ്പ് നടന്നായിരുന്നല്ലോ. അപ്പോഴാണെങ്കിൽ ഒരുത്തനെ ചവിട്ടിക്കൂട്ടുന്ന ഒരുത്തനെ കാണിച്ചില്ലേ, അവനാണ് ഇവൻ. വേറെ ആരെയല്ല ചവിട്ടിക്കൂട്ടിയിരുന്നത്, ഹീറോയുടെ ചേട്ടനെ ആയിരുന്നു. അതൊന്നും ഹീറോ അറിയുന്ന പോലുമില്ല. ഹീറോ ആ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് പൊന്നോ കാണുന്നത്, ഹീറോയുടെ ചേട്ടനെയായിരുന്നു അവൻ ചവിട്ടിക്കൂട്ടിയത്. ആ വീഡിയോ തന്നെ എടുത്തു വെച്ചേക്കുവാണല്ലോ എന്ന് ചോദിച്ച് ഹാക്കർ ചോദിച്ച് അവനെ കളിയാക്കുകയാണ്. ഇത്രയും നാൾ നമ്മൾ ഇതിൻ്റെ പുറകെ എല്ലാം നടന്നു, എന്നാൽ നീ ആ വീഡിയോ സ്വന്തം ചേട്ടനെ ചവിട്ടിക്കൂട്ടുന്ന വീഡിയോ ഒക്കെ നീ എടുത്തു വെച്ചില്ലേന്ന്. അത് കണ്ടപ്പോഴാണ് അവന് മനസ്സിലായത് ആ വീഡിയോ അവൻ്റെ ചേട്ടനെയാണ് അടിച്ചിരുന്നതെന്ന്. പൊട്ട, ഇത്രയും നാൾ നമ്മൾ അവനെ കണ്ടുപിടിക്കാൻ നടന്നിട്ട് സ്വന്തം ചേട്ടൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുകയാണ് നീ എന്നൊക്കെ പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുകയാണ്. അതിനുശേഷം അവരെല്ലാം മുറി വന്നിട്ട് എങ്ങനെയും ചേട്ടനെ രക്ഷിക്കണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കതവിലേക്ക് ഒരു തട്ട് കേൾക്കുന്നത്. കഥ തുറന്ന് നോക്കുമ്പോഴോ ഒരുത്തൻ വന്ന് ഹീറോയിനെ വിളിച്ചുകൊണ്ട് ചേട്ടനെ പിടിച്ചുകൊണ്ട് പോയ ആഷിഖിൻ്റെ അടുത്തേക്ക് അവനെ കൊണ്ടുവരികയാണ്. ആഷിഖ് പറയാണ്, ഇവിടെ ഇരിക്കുന്ന ബോട്ടിലിൽ ഏതെങ്കിലും ബോട്ടിൽ എടുത്തുകൊണ്ട് പൊക്കോളാൻ. അപ്പോൾ അവനാണെങ്കിൽ അങ്ങോട്ടേക്ക് നോക്കുമ്പോഴോ ആഷിഖിൻ്റെ ഫോണിൽ CCTV നോക്കുന്നത് കണ്ടു. ആ CCTVയിൽ അവൻ്റെ ചേട്ടനെ കാണുകയാണ്. അവൻ
അവൻ ഓടി വന്ന് ഫ്രണ്ട്സിനോടെല്ലാം പറയാണ്. അപ്പോൾ ഹാക്കർ പറയാണ്, എങ്കിൽ എനിക്ക് ആ ഫോൺ പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ നിന്റെ ചേട്ടൻ എവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അവരൊരു പ്ലാൻ ചെയ്തു. ആ കല്യാണ പാർട്ടിക്ക് എല്ലാവരും കൂടെ പോകണം. അവിടെ വെച്ച് അവർ ഡാൻസ് കളിക്കുന്ന സമയത്ത് അവളുടെ ആങ്ങളുടെ ആ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ അവനെ എവിടെയാണ് പൂട്ടി വെച്ചേക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത് അങ്ങോട്ടേക്ക് പോകുകയാണ്. അവിടെ ആഷിക്ക് ഭയങ്കരമായി ഡാൻസ് കളിക്കണം. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഡാൻസ് കളിക്കണം. എങ്ങനെയെങ്കിലും ആഷിക്കിൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ എടുക്കണം. അത് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ അവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഷിക്കിൻ്റെ കൈ തട്ടി ഐഷുവിൻ്റെ മേത്തേക്ക് ജ്യൂസ് വീഴുകയാണ്. അപ്പോൾ ഐഷു ഞെട്ടുകയാണ്. ആഷി പറയും, എന്നോട് ക്ഷമിക്കണമെന്ന് പറയും, സാരമില്ല, എൻ്റെ മേത്ത് വെള്ളം വീണത് കൊണ്ട് തന്നെ എനിക്ക് ആ ഫോട്ടോ ഒന്ന് എടുക്കണം. ഫോട്ടോ എടുത്താൽ എവിടെയെല്ലാം വീണിട്ടുണ്ട് നോക്കാനാന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് ഫോട്ടോ എടുക്കുകയാണ്. അതിനുശേഷം എങ്ങനെയെങ്കിലും ആ ഫോൺ കൈക്കലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആഷിക്കിൻ്റെ കയ്യിലാണ് ആ ഫോൺ. ഒരുവിധം അവരെങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ആ ഫോൺ എടുക്കുകയാണ്. അതിനുശേഷം ഹാക്കറിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നു. ആഷിക്കിൻ്റെ ഫോൺ നോക്കി അവന് ഹാക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ആ ഫോൺ തിരിച്ചു കൊണ്ട് അങ്ങോട്ടേക്ക് വെക്കുകയാണ്. എന്നാൽ ഈ കാര്യമൊന്നും അവൻ അറിയുന്നില്ല. കാരണം ഇവർ എടുത്തുകൊണ്ട് പോയതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഈ ലൊക്കേഷനിലേക്ക് പോയാൽ മാത്രമേ ഷിൻഡോയെ കണ്ടുപിടിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ടേക്ക് പോകുകയാണ്. അവിടെ ചെല്ലുമ്പോഴോ ഷിൻഡോയെ കണ്ടുപിടിക്കുന്നു. ഷിൻഡോ പറയാണ്, എനിക്ക് അവളെ ഒന്ന് കാണണം, അല്ലാതെ ഞാൻ നിങ്ങളുടെ കൂടെ വരത്തില്ല എന്ന്. ഹീറോ പറയുകയാണ്, ഞാൻ അവളെ എങ്ങനെയെങ്കിലും തൂക്കിക്കൊണ്ട് വരാം, നീ പേടിക്കേണ്ട, എന്തായാലും ആഷിക്ക് എതിരെ വന്ന അവനെ ഞാൻ കൊന്നുകൊള്ളാം. ഷിൻഡോ പറയാ, എനിക്കൊന്നും അവളെ വേണ്ട, അവൾ എന്നെ ചതിച്ചിട്ട് പോയവളാ. കൊച്ചി ഞാൻ നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവൾ എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. അത് കാരണം നിങ്ങളോടെല്ലാം കടം മേടിച്ച് ഞാൻ 20 ലക്ഷം രൂപ കൊടുത്ത് അവളുടെ കയ്യിൽ. ഞാൻ അവിടെ ചെന്നിട്ട് ആ പൈസ എല്ലാം തിരിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്നാൽ അവൾ എൻ്റെ പൈസ എല്ലാം കൊണ്ടുപോയി അവൾ എന്നെ ചതിച്ച്. ആ പൈസ തിരിച്ചു വാങ്ങാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലാതെ അവളുടെ കൂടെ കല്യാണം കഴിക്കാനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ആ സമയമാണ് അവൾ ആങ്ങളെ എന്നെ പിടിച്ചുകൊണ്ട് വന്ന് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് എന്നെ അടിച്ച് ശരിയാക്കിയത്. ആ സമയം ആഷിക്ക് അങ്ങോട്ടേക്ക് വന്നു. അവിടെ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുകയാണ്. ഇവർ 2 ടീമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ്. അന്ന് ഹീറോയുടെ ടീമാണ് വിജയിക്കുന്നത്. അവരടിച്ച് ശരിയാക്കുകയാണ്. ഷിൻഡോ പറഞ്ഞുകൊണ്ട് തന്നെ ഐശ്വര്യ കാണുവാനായി തിരിച്ച് അങ്ങോട്ടേക്ക് പോകുകയാണ്, ആ ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക്. അവിടെ പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ഷിൻഡോ ഐശ്വര്യ എടുത്ത് ചെല്ലുമ്പോൾ ഷിൻഡോ പറയാം, എൻ്റെ ആങ്ങളെ നിന്നെ ഒരുപാട് അടിച്ചില്ല, എന്നോട് ക്ഷമിക്കണമെന്ന്. അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഷിൻഡോ പറയാണ്, നീ എൻ്റെ നിന്ന് മേടിച്ച പൈസ തരാൻ. അപ്പോൾ അവൾ പറയാണ്, നിനക്ക് ആ പൈസ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ തരില്ല, അന്ന് ബാംഗ്ലൂരിൽ വെച്ച് നീ ചെയ്ത് ഓർക്കുന്നുണ്ടോ? അപ്പം നീ എന്നോട് പക്ക വീട്ടുമായിരുന്നല്ലേ, എൻ്റെ മര്യാദയ്ക്ക് എൻ്റെ പൈസ തരാമെന്ന് പറയും. അവൾ പറയും, ഞാൻ തരില്ല എന്ന്. ഓക്കെ എന്ന് പറഞ്ഞ് ഷിൻഡോ അവളെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ച് തിരിച്ചു വരുമ്പോഴോ അവളെ നെക്ലേസും കൂടെ എടുത്തിട്ടാണ് പോരുന്നത്. അപ്പോൾ അവിടേക്ക് ബാബു വരികയാണ്. നീ തരാനുള്ള പൈസ തരാൻ പറയുമ്പോൾ അവളുടെ നെക്ലേസ് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഈ ഡയമണ്ട് നെക്ലേസ് നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോരുകയാണ്. അതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത കഥയായി വരാം. ബൈ.